പടച്ചറപ്പിനെ വല്ലാത്ത പേടിച്ചു ജീവിച്ച സ്വഹാബിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങൾ ഖബർ കാണുമ്പോ കരയുമായിരുന്നു. ഖബറിനെ കുറിച്ച് പറയുമ്പോ വല്ലാതെ കരയുമായിരുന്നു. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരയുന്നത് ഖബർ കാണുമ്പോഴാണ്, നരകം പറയുമ്പോഴല്ല. സഹാബത്ത് ചോദിച്ചു, തങ്ങളെ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മഹ്ശർ പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, സിറാത്ത് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, നരകം പറയുമ്പോൾ ഇങ്ങനെ കരയാറില്ല. എന്തുകൊണ്ടാണ്? ഖബറിനെ കുറിച്ച് പറയുമ്പോൾ, ഖബർ കാണുമ്പോ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ടല്ലോ. എന്തിനാണ് കരയുന്നതെന്ന് ഉസ്മാൻ തങ്ങളോട് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കരയണം മോനെ. ഖബറിനെ കുറിച്ച് പറയുമ്പോ, ഖബർ കാണുമ്പോ കരയണം ചെറുപ്പക്കാരാ. കാരണം എന്തെന്നറിയോ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബർ കണ്ടാ കരയണ്, ഖബർ കണ്ടാ കരയണ്. ഉസ്മാൻ തങ്ങളുടെ ഖബർ കാണുമ്പോ കരയാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒറ്റയ്ക്ക് ജീവിച്ച ശീലമില്ലടോ. നീയും ഞാനും ഒന്ന് ചിന്തിക്ക്. പടച്ചവനെ, ലക്ഷങ്ങളെ ചെലവഴിച്ചു പണിതിരിക്കുന്ന കൊട്ടാരം പോലെയുള്ള വീടിന്റെ അകത്ത് ഒറ്റയ്ക്കും തിരിക്കാൻ പറ്റുമോ? വേറെ ആരുമില്ല, ഒറ്റയ്ക്ക് നീ ആ വീടിന്റെ അകത്ത് നിനക്കൊന്ന് താമസിക്കാൻ പറ്റുമോ? പടച്ചവനെ, നമ്മളെ കൊണ്ട് കഴിയില്ലടോ. പെങ്ങളെ, ധൈര്യമുണ്ടോ മോള്? ആരുമില്ലാതെ ഒരു ദിവസം ഒറ്റയ്ക്ക് നിന്റെ വീടിന്റെ അകത്തിരിക്കാൻ നമുക്കങ്ങനെ ഇരുന്ന് ശീലമില്ലടോ. ഞാൻ ജീവിക്കുകയാണ് ദുനിയാവിൽ. ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, കൂടപ്പറപ്പുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്. ദുനിയാവിൽ ഞാൻ ജീവിക്കുമ്പോ എല്ലാവരും എന്റെ കൂടെയുണ്ട്. ഇനി നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ കോടതിയിൽ 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും, നൂഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂനുസ് നബിയും, യൂസുഫ് നബിയും, ഹാറൂൻ നബിയും, അയ്യൂബ് നബിയും, സക്കരിയ നബിയും, യഹ്യാ നബിയും, ഈസാ നബിയും, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും അവരുടെ അനുയായികൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ മസ്റയിൽ സിറാജ് ഒറ്റയ്ക്കല്ല, അവിടെ എല്ലാവരും ഉണ്ടടോ. ഇനി ഞാൻ സ്വർഗത്തിൽ പോയാൽ സ്വർഗത്തിൽ ഞാൻ മാത്രമല്ല, സ്വർഗവാസികൾ മുഴുവനുമുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. പടച്ചവനെങ്ങാണമെന്ന നരകത്തിലിട്ട, നരകത്തിലെ അബൂജഹലും മുത്തുബത്തും ശൈബത്തും ഖാറൂനും നമ്രൂദും ഫിർഔനും ഹാമാനും അബൂജഹലും ഉൾപ്പെടെ ഒരുപാട് പേര് നരകത്തിലുമുണ്ട്. എവിടെ പോയാലും ആളുണ്ടടോ, നമ്മൾ എവിടെ പോയാലും ആളുണ്ട്. എന്നാ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അതെവിടെയാണെന്നറിയോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിനകത്താടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം ഖബറാണ്. ഖിയാമത്ത് നാൾ വരെ കിടക്കണം പെങ്ങള്. കൊല്ലങ്ങളായി കിടക്കുന്നവരുണ്ടോ? ഖിയാമത്ത് നാൾ വരെ നമ്മൾ അതിനകത്ത് പോയി ഒറ്റയ്ക്ക് കിടക്കണമല്ലോ. പള്ളിപ്പറമ്പിൽ പോകുന്ന ഓരോ മനുഷ്യനോടും ഖബർ വിളിച്ചു പറയുന്നു, ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ ഇരുളിന്റെ വീടാണ്, ഞാൻ പുഴുക്കളുടെ വീടാണ്, ഞാൻ ഇരുട്ടറയാണ്. പടച്ചവനെ, പോകുന്ന ഓരോ മനുഷ്യനോടും ഖബർ വിളിച്ചു പറയുന്നു, സഹോദരാ, ഖബറിനും നാവുണ്ടടോ. ഞാൻ പറയുന്നത് പോലെ, എനിക്ക് നാവുള്ളത് പോലെ, നിങ്ങൾക്ക് നാവുള്ളത് പോലെ ഖബറിനും നാവുണ്ട് സഹോദരാ. കേൾക്കാൻ പറ്റാത്തത് നമ്മുടെ പോരായ്മയാ.
കബറങ്കാട്ടിൽ പോകുന്നവരോട് ഖബർ സംസാരിക്കുമടോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു ജനാസ കൊണ്ടുപോയി ഖബറടക്കുകയാണ്. ഖബറടക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും മടങ്ങിപ്പോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുകയാണ്. വരുന്നില്ലേ തങ്ങള്, വരുന്നില്ലേ തങ്ങള്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു എല്ലാവരോടും പോകാൻ. എല്ലാവരും പോയി. എന്തിനാ തങ്ങളെ ഇവിടെ നിൽക്കുന്നത്? മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, ഖബറടക്കി. ഇനി എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു എല്ലാവരോടും പോകാം. എന്നിട്ടൊരു പഴയ ഖബറിന്റെ ചാരത്തു ചെന്നു. മിണ്ടാതെ നിന്ന് കരയുകയാണ്, മിണ്ടാതെ നിന്ന് കരയുകയാണ്. ഒരുപാട് സമയമായിട്ടും മിണ്ടാതെ നിന്ന് കരയുന്നത് കണ്ടപ്പോ ഖബർ ചോദിക്കുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്തേ മിണ്ടാതെ നിൽക്കുന്നത്? എന്തേ ഒന്നും ചോദിക്കാനില്ല? എന്റെ അകത്ത് കിടക്കുന്നവന്റെ അവസ്ഥ നിനക്കറിയണോ? എങ്ങനെയാണ് ഞാനൊരു മയ്യത്തിനോട് പെരുമാറുന്നതെന്ന് നിനക്കറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, എങ്ങനെയാ ഖബറ്, എങ്ങനെയാ ഖബറ്? ഖബർ വിശദീകരിച്ചു കൊടുക്കുകയാണ്. മസഖത്തുൽ അഖ്ഫാർ വസദഖത്തുൽ മുഖലതൈൻ വഅകൽതുൽ ലഹുമാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പിടഞ്ഞ് താഴെ വീഴുകയാ. ഒരു ഖബർ എങ്ങനെയാണ് ഒരു മനുഷ്യനോട് പെരുമാറുന്നതെന്ന് അവിടുന്ന് വിശദീകരിക്കാൻ തുടങ്ങുമ്പോ അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിലവിളിച്ചുകൊണ്ട് ഖബറിന്റെ മുകളിൽ വീഴുകയാ. പറയല്ലേ, പറയല്ലേ പടച്ചവനെ. ഖബറിന്റെ മുകളിൽ കിടന്ന് തേങ്ങി തേങ്ങി കരയുമ്പോ ഖബർ പറഞ്ഞു കൊടുത്തു, രക്ഷപ്പെടണോ, ഈ ഖബറങ്കാട്ടില് രക്ഷപ്പെടണോ. അല്ലദുല്ലുക അലാ അഖ്ഫാനിൽ അതുബിലാ. രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മക്കളെ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട ഒരേ ഒരു സ്ഥലം അത് ഖബറാടാ ചെറുപ്പക്കാരാ. എല്ലാവരും വരുമടാ, എല്ലാവരും വരുമോര്. പള്ളിയിൽ നിന്ന് നിന്റെ വീട്ടിൽ നിന്ന് ജനാസ കൊണ്ടിറങ്ങുമ്പോൾ അതാ പകുതി പേരവിടെ നിന്ന് പിരിയുകയാണ്. പിന്നെ കുറച്ചു പേര് നിന്റെ കൂടെ വന്നോ. പള്ളിയിൽ കൊണ്ടുവച്ച് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞോ. അവിടെ നിന്നും കുറച്ചു പേര് പിരിയുകയാ. നിന്റെ ജനാസ കൊണ്ടുപോയി ഖബറിലിറക്കി വെച്ചു. അല്ലാഹുവേ, അതാ മണ്ണുവാരിയിടുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. പിടിമണ്ണ് വാരിയിട്ട് കഴിയുമ്പോ അവിടെ നിന്ന് പിന്നെ എല്ലാവരും പോവുകയാണ്. അവസാനം എല്ലാരും പറയുന്നു, അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പോകും. മോനെ ഒറ്റയ്ക്കാ മോനെ, ഒറ്റയ്ക്കാ മോനെ. അവിടെ എങ്ങാണ് ഒരു മനുഷ്യനെ പരാജയപ്പെട്ടാൽ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അവിടെ രക്ഷപ്പെടുന്നവന് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. അവിടെ പരാജയപ്പെടുന്നവന് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഉമർ തങ്ങളുടെ കഥ, ഉസ്മാൻ തങ്ങളുടെ കരഞ്ഞതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് മരണം വരുന്നതെന്നറിയില്ല. പ്രായം വേണ്ട, രോഗം വേണ്ട, ഒന്നും വേണ്ട. നിന്ന നിപ്പിന് മനുഷ്യന്മാര് വീണ് മരിച്ചു പോവുകയാണ്. തുഅമ്മീലു ഫിദ്ദുന്യാ തവീലൻ വലാ തദ്രീ إلى جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير علة وكم من مريض عاش دهرا على دهري.
പടച്ചവനെ രാവിലെ എഴുന്നേക്കുന്നവൻ വൈകുന്നേരം തികയ്ക്കുന്നില്ല, വൈകുന്നേരം കടന്നവന് രാവിലെ എഴുന്നേക്കുന്നില്ല. പടച്ചവനെ നിന്ന് നിപ്പിന് ജനങ്ങൾ വീണ് മരിച്ചു പോവുകയാണ്. മരിക്കുമെന്ന് കരുതിയവർ ഒരുപാട് കാലം ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ. എല്ലാം കാണുന്ന ഒരു പടച്ചറപ്പുണ്ടെന്നുള്ള ചിന്തയോടെ ജീവിക്കൂ. അഹങ്കാരവും ധിക്കാരവും നന്ദികേടുമെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റൂ. എല്ലാം അല്ലാഹു കാണുന്നുണ്ട് ചെറുപ്പക്കാരാ. വേണ്ടടാ മോനെ, സ്വഭാവങ്ങൾ മുഴുവനും ഒഴിവാക്കൂ. പരിശുദ്ധമായ ശഅബാൻ മാസമാണ്. ഇത് സാധാരണ ഒരു മാസമല്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് വശഅബാനു ശഹ്രീ, തന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ശഅബാൻ, തന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ശഅബാൻ, ജനങ്ങൾ മറന്നു പോകുന്ന ശഅബാൻ, റജബിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള ശഅബാൻ ജനങ്ങൾ മറന്നു പോകുമെന്ന് മുത്തുനബി പറഞ്ഞ മാസമാണ്. നന്മകൾ ചെയ്യടാ ചെറുപ്പക്കാരാ. പെങ്ങളെ ഒരുങ്ങു പൊന്നുമോള്, റജബ് മാസമെത്തുമ്പോൾ പണ്ടത്തെ ഉമ്മമാര് വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കുകയാ, ചെലന്ത് വിലയടിച്ച് കളയുകയാണ്, ആവശ്യമില്ലാത്തത് മുഴുവനും ഒഴിവാക്കുകയാണ്, പരിസരം മുഴുവനും വൃത്തിയാക്കുകയാണ്. എന്റെ ഉമ്മ കല്യാണം വല്ലവും വരുന്നുണ്ടോ? ഇല്ല മോളെ, റമദാൻ വരുന്നു മോളെ. റജബെത്തിയപ്പോഴേ വീടും പരിസരവും മുഴുവനും ഒരുക്കിയ ഉമ്മ, ആ ഉമ്മയുടെ മകളായ നീ ഇന്ന് ശഅബാൻ 15 എന്തൊരുങ്ങി പെങ്ങള്, എന്ത് തയ്യാറായി പെങ്ങള്. മോളെ, ഇത് സാധാരണ മാസമല്ല, കളിയും തമാശയും ഒഴിവാക്കൂ. പടച്ചവനെ, റമദാൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. ഒരാഴ്ച പോകുന്നത് പോലെ ഈ ദിനങ്ങളങ്ങ് കഴിഞ്ഞു പോവുകയാണ്. റമദാൻ പെട്ടെന്ന് വരുമടോ, നമ്മളിലേക്ക് കടന്നു വരികയാണ്. മനസ്സും ശരീരവും ശുദ്ധമാക്കൂ. നിമിതങ്ങൾ ഒരുപാട് നോമ്പ് പിടിച്ച മാസമാണല്ലോ, ഒരുപാട് നന്മകൾ ചെയ്ത മാസമാണല്ലോ. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുമ്പോ വല്ലാതെ ഭയപ്പെടണേ. ഇത് അല്ലാഹുവിന്റെ റസൂൽ തന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ മാസമാണ്. തെറ്റുകൾ ചെയ്യുമ്പോൾ വല്ലാതെ സൂക്ഷിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പടച്ച റബ്ബിനെ ഭയന്ന് ജീവിക്കൂ. നന്മകൾ അധികമായിട്ട് ചെയ്യൂ. 5 നേരം നിസ്കരിക്കൂ. മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ. അല്ലാഹുവേ, തറാവീഹ് നിസ്കരിക്കേണ്ടവരാണ്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് ശരീരത്തിനെയും നഫ്സിനെയും പരിധിയിലേക്ക് കൊണ്ടുവാ. പടച്ചവനെ, തഹജ്ജുദ് നിസ്കരിക്കൂ, ദുഹാ നിസ്കരിക്കൂ, തസ്ബീഹ് നിസ്കരിക്കൂ. ഓരോ വഖത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കരിക്കൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യൂ. ദിക്റുകളും സ്വലാത്തുകളും പറ. പെങ്ങളെ, ഇടയ്ക്കിടയ്ക്ക് ഓരോ നോമ്പ് പിടിക്കൂ. ശരീരത്തെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. കടന്നു വരുമ്പോൾ, അല്ലാഹുവിന്റെ വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ കഴിയണം പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, വല്ലാത്ത സ്വഭാവമാണോ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിച്ചാൽ എന്തും കൊടുക്കാൻ മനസ്സുള്ള സഹാബിയാ. എന്ത് ചോദിച്ചാലും കൊടുക്കുമടോ. തന്റെ മുമ്പിൽ വരുന്ന ഒരാളെയും ഉസ്മാൻ തങ്ങൾ വെറും കൈയോടെ മടക്കാറില്ല. പടച്ചവനെ, അതാ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സ്വഹാബ